രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയത് ആരോഗ്യമന്ത്രി വി.ഡി. സതീശൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിക്കാനിടയായത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തകർന്നു വീണ കെട്ടിടം ഉപയോഗിക്കുന്നതല്ലെന്ന് പ്രഖ്യാപിച്ച് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയത് ആരോഗ്യമന്ത്രിയാണെന്നും അതുകൊണ്ട് തന്നെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി വീണ ജോർജ് രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അപകടം നടന്നിട്ടും നിരുത്തരവാദപരമായ സമീപനമാണ് മന്ത്രിമാർ സ്വീകരിച്ചത്. രക്ഷാപ്രവർത്തനം നടത്തേണ്ട സ്ഥലത്ത് അത് ചെയ്യാൻ അനുവദിക്കാതെ ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് മന്ത്രി ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ചാണ്ടി ഉമ്മൻ എം.എൽ.എ ബഹളമുണ്ടാക്കിയതിനു ശേഷം മാത്രമാണ് അപകടം നടന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അപ്പോഴേക്കും 2 മണിക്കൂർ കഴിഞ്ഞിരുന്നുവെന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. ബിന്ദുവിന്റെ കുടുംബത്തെ കാണാനോ ആശ്വസിപ്പിക്കാനോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരാൾ പോലും തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള മകളുടെ സർജറിയുമായി ബന്ധപ്പെട്ടാണ് ആ അമ്മ ആശുപത്രിയിലെത്തിയത്. ആദ്യ ശമ്പളവുമായി മകൻ എത്തിയപ്പോഴാണ് അമ്മ മരിച്ചത്. വീട് പണി പോലും പൂർത്തിയായിട്ടില്ല. ആ കുടുംബത്തിന് 25 ലക്ഷം രൂപയിൽ കുറയാത്ത നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണം. കുട്ടിയുടെ ചികിത്സ ഏറ്റെടുക്കാനും കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകാനും സർക്കാർ തയ്യാറാകണമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ആരോഗ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല. ആരോഗ്യ കേരളത്തെ മന്ത്രി വെന്റിലേറ്ററിലാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. അവർക്ക് PR പ്രൊപ്പഗണ്ട മാത്രമേ ഉള്ളൂ. കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും മരുന്നോ നൂലോ പഞ്ഞിയോ ഇല്ലാത്ത അവസ്ഥയാണ്. മരുന്ന് വിതരണക്കാർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വരുത്തിയതിനാൽ മരുന്ന് വിതരണം നിലച്ചു. പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ പുറത്തേക്ക് മരുന്നെഴുതി കൊടുക്കുന്നത് എവിടത്തെ ഏർപ്പാടാണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. മരണനിരക്കും വർദ്ധിച്ചു. അതൊക്കെ പഠിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. PR ഏജൻസി പറയുന്നത് ഏറ്റുപറയുന്നതല്ലാതെ സർക്കാർ ഇല്ലായ്മയെന്ന അവസ്ഥയാണ് ജനം അനുഭവിക്കുന്നതെന്നും വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. ആവശ്യമില്ലാത്ത പല സാധനങ്ങളും ആശുപത്രികളിൽ വാങ്ങിവച്ചിട്ടുണ്ടെന്നും കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്ത സർക്കാരാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യത്തിലും സർക്കാരിന് ഉത്തരവാദിത്തമില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി മൗനത്തിലാണ്. ആവശ്യമുള്ള സമയത്ത് മിണ്ടാതിരിക്കുകയെന്ന കൗശലം അദ്ദേഹം പുറത്തെടുത്തിരിക്കുകയാണെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു.